ചേട്ടാ നമ്മുടെ നാട്ടില് വിശ്വാസം പോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഉണ്ട്. പക്ഷെ ഈ അന്ധവിശ്വാസം ചില സമയം നമുക്ക് അതിന്റെ ഭീകരത എത്രത്തോളാണെന്ന് മനസ്സിലാകുന്നത് അതിന്റെ പേരിൽ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും. ഇലന്തൂര് മനുഷ്യക്കുരുതി നടന്ന് നമ്മൾ ഓർക്കുന്നില്ലേ? ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസം വേറുള്ളവർക്കിടയിലാണ് ഇപ്പോ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇത്തരം പരിപാടികളും കൂടി വരുന്നത്. അതെ, ഇപ്പം അതിലെ ഏറ്റവും ഉദാഹരണം ഈ നന്ദൻകോട് കൊലപാതകം. ഇപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശരിക്കും ഇത് എന്താണ് ഈ വിദ്യാഭ്യാസം ഉള്ളവര് ഇത്തരം ഒരു ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതില് അതെങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇത് നമ്മളൊക്കെ പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ലോക്കൽ മന്ത്രവാദികൾ അവിടെ കക്ഷികളൊക്കെ കാണുമല്ലോ, ഇവരൊക്കെ അടുത്ത് പോകുന്ന സാധാരണ അടുത്ത് വളരെ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ അവർക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ അടുത്ത് പോകുന്നത്. അപ്പൊ നമ്മളെ നാട്ടുമ്പുറങ്ങൾ അറിയാം ഇത്തരത്തിൽ ചില ആളുകളുണ്ടാവും, ചില മന്ത്രവാദികളെ പോലെയൊക്കെ. പക്ഷെ ഇവര് അടിസ്ഥാനപരമായി ചെല്ലുന്ന പാവങ്ങളിൽ നിന്ന് പണം പിടുങ്ങുക എന്നുള്ളതല്ലാതെ ഇവരെ ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് പലർക്കും ഇല്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരിക്കൽ ഒരു 2 നേരം പിടിച്ചിരുന്ന ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് കുഞ്ഞിന്റെ കരളെടുത്ത് അതിൽ നിന്ന് എന്തോ പിള്ളത്തൈല എന്തോ ഉണ്ടാക്കി എന്തോ നിധി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചില്ല. അവരെല്ലാവരും ആത്മാവുകയും ചെയ്തു. ഒരുപാട് വർഷം മുമ്പാണ്. അയാളുടെ പേരെന്തോ ഹുസൈൻ ഹസൻ അങ്ങനെ എന്തോ പേരുള്ള ഒരു മനുഷ്യനാണ് അതിന്റെ പ്രധാന പ്രതിയൊക്കെ ആയിരുന്നു. അന്ന് വലിയ വാർത്ത ഒക്കെ വന്നതാണ്. പക്ഷേ ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിദ്യാഭ്യാസങ്ങൾക്കിടയിലാണ് ഇത് ഏറ്റവും വരുന്നതാണ്. ഈ എന്താ ജിൻസൺ രാജ് കേടൽ ജിൻസൺ രാജ്, ഇയാളുടെ സംഭവം കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ട, സത്യം പറഞ്ഞാൽ അന്ന് 2017 തോന്നുന്നു, നമ്മളൊക്കെ അന്ന് വാർത്ത തുടങ്ങുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അതെ, പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ഈ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വിവരമുള്ളവർ ഒരുപക്ഷെ എന്താണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരുപാട് പേരുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം വരിക എന്ന് പറയുന്നത്. അയാളുടെ കുടുംബത്തിൽ മൊത്തം ഡോക്ടർമാരാണെന്നല്ലേ? അച്ഛനും അമ്മയും, അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, പിന്നെ സഹോദരി ഡോക്ടറാണ്. അയാളാണെങ്കിലും MBBS പഠിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം വിദ്യാഭ്യാസം ഉള്ളവരുടെ മുമ്പിൽ വിദ്യാഭ്യാസം ഉള്ളവരിൽ ഇത്തരം ഒരു സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് സത്യം പറഞ്ഞാൽ പേടിപ്പിക്കുന്നു എന്നത് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. എന്താ ചെയ്യുന്നത് പറയുന്നത് അതിന്റെ അസ്ട്രൽ പ്രൊജക്ഷൻ അല്ലേ? അതൊക്കെ പുതിയ രീതിയിലുള്ള ഈ മന്ത്രവാദങ്ങളായിരിക്കാം. സത്തസേവയുടെ ഒരു ഭാഗമായിരിക്കാം ഈ അസ്ട്രൽ പ്രൊജക്ഷൻ ഒക്കെ. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇയാളത് ചെയ്തു എന്നാണ് പറയുന്നത്. കാണുന്നതിന് വേണ്ടി, ഈ ശരീരത്തിന്റെ ആത്മാവ് വേർപെട്ട് പോകുന്ന കാണുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അതും ഇതിനകത്ത് ഏറ്റവും ഒരു ഭീകരത എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ ഡമ്മിയിൽ കുറെ തവണ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ പുറത്ത് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അതാണ്. ഇയാൾ ഡമ്മിയിൽ പരീക്ഷണം നടത്തി കഴുത്ത് മുറിക്കാനായിട്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അയാളുടെ ഒരു മാനസിക തലം എത്രമാത്രം ഭീകരമാണെന്നുള്ളതും കൂടി, എത്രമാത്രം അവർ അഡിക്റ്റഡ് ആയി പോകുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അയാൾ ചെറുപ്പക്കാരനാണ്. സാറിന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തിരി പ്രായമുള്ളവരാണ് ഈ അന്ധവിശ്വാസവും വിഷയങ്ങളൊക്കെ കൂടുതൽ വരാറുള്ളത്. ഇങ്ങനെ അതൊരു MBBS വിദ്യാർത്ഥിയെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല ഇപ്പൊ കോടതിയിൽ നിൽക്കുന്ന അയാളുടെ മാനസികാവസ്ഥയെ കുഴപ്പമില്ല എന്നാണ്, അയാൾക്ക് കോടതി പ്രൊസീഡിങ്സ് ആയിട്ടൊക്കെ സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല, മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. അതുപോലെ തന്നെ ഇയാളെ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ മുഖത്തുള്ള ഒരു ചിരി, അതൊരു വല്ലാത്ത ഇയാൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതാണോ അതോ ഇയാൾ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ആ ഒരു ചിരിയിൽ തന്നെ നമുക്ക് കുറെ എന്തൊക്കെ, അത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് ചിരിച്ചു നിൽക്കാന്ന് പറയുമ്പോൾ ഒരു അയാൾ എത്രമാത്രം സൈക്കോ എന്ന് വിചാരിക്കണം. മാത്രമല്ല ഇയാൾ ഒരു പ്രൊഫഷണൽ കില്ലറോ അല്ലെങ്കിൽ മറ്റു കൊലപാതകയോ ഒന്നും അല്ല. അയാളൊരു വിദ്യാർത്ഥി മാത്രമായ വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനൊക്കെ ഇതിന്റെ പുറകെ പോകുന്നു. ഈ പുതിയ തലമുറയിൽ ഇങ്ങനെ ഒരുപാട് വിദ്യകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓജോ ബോർഡാ അങ്ങനെ എന്തൊക്കെ ഇല്ലേ? ഓജോ ബോർഡ് പണ്ട് മുതലേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം കേട്ടതായിട്ട് ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം പിന്നെ നമ്മൾ ഇലന്തൂരിലൊന്ന് മനുഷ്യകുരുതി നടന്നതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചതിന് ശേഷം. അതെ അതെ. പക്ഷെ അത് ആണെങ്കിൽ പ്രായമുള്ളവരാണ് അതൊക്കെ പറയാം. ഇത് ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി ഇതിനിറങ്ങി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇതെങ്ങനെയാണ് ഇവർ ഇതിലേക്ക്, എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ളത്? ഈ ഇന്റർനെറ്റ് വഴിയാണോ ഇവർക്കല്ല ഇത്തരം വിവരങ്ങൾ, ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നെറ്റ് വഴി വരുന്ന അവർക്ക് ലഭിക്കുന്നതാണോ വിവരങ്ങളൊക്കെ? ഇതിന്റെ ഇന്റർനെറ്റിൽ അങ്ങനെ ഒരു വശമുണ്ട്, ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്നത് തന്നെ. അതിന്റെ ഇത് നമ്മൾ എന്താണ് ഈ എന്തിനും ഒരു മറുവശം ഉണ്ടെന്ന് പറയുന്നത് ഇന്റർനെറ്റ് ലോകത്തിന്റെ ഒരു ഇരുണ്ട വശമാണ് ഡാർക്ക് വെബ്. ഇയാൾ അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്നൊക്കെയാണ് റിപ്പോർട്ടുകളും കാര്യങ്ങളും മറ്റും വന്നിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും അവർ മുറി അടച്ചിരുന്ന് അവർ ഈ കമ്പ്യൂട്ടറിലും മൊബൈലും ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും എന്നാണ്. ഒരിക്കലും അവർ പുറം ലോകത്തേക്ക് അങ്ങനെ ഇറങ്ങി വരില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അവരുടെ ലോകത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന പ്രത്യേക മാനസികാവസ്ഥ നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ അതുപോലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഇയാൾക്ക് ഇനി എന്താണ് കോടതി കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ചു നോക്കുന്ന കാര്യം. അപ്പം
ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? ഇയാൾ ഇനി ആര് നോക്കും എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അയാൾ ഇനി എന്ത് ചെയ്യും? അയാൾ സപ്പോസ് അയാൾ കോടതി വെറുതെ വിട്ടാലും അയാളെ ഇത്രയും വർഷം തടഞ്ഞു വെച്ചാലും ഇത് ഇറങ്ങിയാൽ ഇയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വല്ലാത്ത മാനസികാവസ്ഥയാണ്. ഇതൊന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. മാത്രമല്ല ഒരുപക്ഷെ ഇതിന്റെ ബന്ധുക്കൾ മൊത്തം ഇയാളടുത്ത് വലിയ വിരോധമായി കാണും. ആർക്ക് ഇത്രയും പേരെ സ്വന്തം വീട്ടുകാരെ കൊന്നു കളയുക എന്ന് പറയുമ്പോൾ ഇയാളൊരു പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കാൻ പോലും നാളെ ആരെങ്കിലും ആ കുടുംബത്തിൽ തയ്യാറാകുമോ എന്നുള്ളൊക്കെ സംശയമാണ്. നമ്മുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ വാർത്തകളൊക്കെ നമ്മൾ കൊടുക്കും. ഇത്തരം അവിടുത്തെ ഇത്തരം ആഭിചാരക്രിയകളും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയുള്ള. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സാത്താൻ സേവകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ രഹസ്യമായിട്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് പരസ്യമായ ഒരു രഹസ്യമാണ്. രക്തമൊക്കെ ഉപയോഗിച്ച് മനുഷ്യ രക്തമൊക്കെ ഉപയോഗിച്ച് അതുപോലെ എന്താണ് വൈകൃതമായിട്ടുള്ള പല കാര്യങ്ങളും അതിപ്പം പറയാൻ പാടില്ലാത്തതാണ്. പറയാൻ പാടില്ലാത്തത് ഉൾപ്പെടെ വൈകൃതമായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുന്ന റിപ്പോർട്ട് നമുക്കറിയില്ല. ഇങ്ങനെ വരുന്നത് നമ്മൾ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ സമൂഹമായിട്ട് വല്ല ബന്ധമുള്ള ആളുകളായിരിക്കില്ല. അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു ക്ലോസ് സൊസൈറ്റി ആളുണ്ട്. അവർ പലരും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇയാളെ പോലെ ഒരു വിദ്യാർത്ഥി പോലും ഇത്തരത്തിലുള്ള ഒരു അസ്ത്രപ്രദക്ഷിണൊക്കെ നോക്കിയിറങ്ങി അച്ഛനമ്മയൊക്കെ കൊന്നെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മളത് അറിയാതെ പോയതായിരിക്കാം. ഒരുപാട് ഇത്തരത്തിലുള്ള രമ്യ പരീക്ഷണം നടത്തിയിട്ട് നേരിട്ട് നിന്ന് കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചതൊക്കെ കാണുമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് തിരയുന്നവരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഒരുപക്ഷെ ഈ ഡാർക്ക് വെബ് എന്താണെന്ന് തെരഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്താണ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും നമുക്ക് ചുറ്റും. നമ്മളത് അറിയണമെന്നില്ല. പക്ഷെ കേരളം പോലെയുള്ള ഏറ്റവും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊക്കെ സംഭവിക്കാം. മറ്റു സംസ്ഥാനങ്ങളിൽ പറഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു വർഷം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ പലയിടത്താൽ തമിഴ്നാട്ടിലൊക്കെ തന്നെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ബലി അടക്കുന്നു, നരബലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഒടിയൻ എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ പണ്ട്. ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ ഒടിയൻ എന്താണ് ആൾ ആക്രമിക്കുന്ന ഒരാളായിട്ടാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ ഇത്ര ഒടിയന്മാരെ ആളുകൾ ജീവിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ പട്ടതിരിപ്പാടോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇവരെ അല്ലാതെ ഇവർ നേരിട്ട് അറ്റാക്ക് ചെയ്ത ചില ആളെ കായികമായി തന്നെ നേരിട്ട് പണ്ട് ഉപദ്രവിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ സമൂഹത്തിൽ. പക്ഷെ കാലം ഇത്രയും മാറിയില്ല, ശാസ്ത്രം ഇത്രയും വളർന്ന് 21ാം നൂറ്റാണ്ടായി. നമ്മൾ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മളെന്താണ് മനസ്സ് വിചാരിക്കുന്നത് അടുത്ത നിമിഷം അത് നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്ന ഒരു കാലത്ത് കൊലപാതകം നടന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല എന്നുള്ളതാണ്. 2017 7 വർഷം. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ പലരും ഇതിന് അഡിക്റ്റുകളാണെന്ന് പറയുന്നത്. പിന്നെ വലിയ പ്രമുഖരായ വ്യക്തികൾ പലരും ഈ ചാത്ത സേവ ഉണ്ടല്ലോ. തൃശ്ശൂരിൽ ഒരുപാട് ചാത്തമടങ്ങളുണ്ട്. ഞാൻ തൃശ്ശൂർ ജോലിയിട്ടുള്ളപ്പോൾ അറിയാം. നമ്മൾ ഈ ചാത്തമടങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ ഇപ്പൊ പണ്ട് ഒരു ചാത്തമടമായിരുന്നു 2, 3, 4 ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ മക്കളായിരിക്കും അവരെല്ലാം ഓരോ ഇതാണ് ഒറിജിനൽ ചാത്തമടം എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. പലരും വന്ന് നമ്മൾ അവരെയാണെന്ന് തോന്നിയാൽ വിളിക്കും, ഞങ്ങളതാണ് ഒറിജിനൽ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ പിന്നീട് നമുക്കത് അറിയാൻ കഴിഞ്ഞത് ഇത്തരം ചാത്തൻ സേവ നടത്തുന്നത് നമ്മുടെ വലിയ പ്രമുഖരായ ആളുണ്ടെന്നാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ള കായിക രംഗത്തൊക്കെ ഉള്ള ഒരുപാട് പ്രമുഖരുണ്ടെന്നാണ്. ഒരിക്കൽ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ചാത്തൻ മടത്തിൽ പോയപ്പോൾ അവിടെ നിരത്തി ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലെല്ലാം നമ്മുടെ നാട്ടിലെ പ്രമുഖർ ഈ അവിടുത്തെ പ്രധാന ചാത്ത സേവ നടത്തുന്ന ആളിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു വിശ്വാസ രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരാധിക്കാൻ പോകരുതെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അല്ല, മതത്തിന്റെ വശം മാത്രമല്ല, നമ്മളിപ്പോൾ മതത്തിന്റെ വശം മാറ്റി വെച്ചാൽ കൂടിയും അതിന് പോകുന്നതിനകത്ത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയത്തില്ല. അല്ല, പക്ഷേ ഇത് നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ വാർത്തകളും വരുമ്പോൾ അതൊരു വാർത്തയായി കഴിഞ്ഞു പോവുകയാണ്. മാത്രമല്ല എൻ്റെ അടുത്ത് വേറെ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം, നിങ്ങളൊക്കെ ഈ ഇത്തരം വിഷയങ്ങളെ വാർത്ത കൊടുക്കുമ്പോൾ ഇത് തെരഞ്ഞു പോകുന്നവരുണ്ടെന്നാണ് പിന്നീട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എനിക്കൂടെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റുമോ എന്ന് തെരഞ്ഞു പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. എനിക്കിപ്പോ പറഞ്ഞതിൽ തോന്നി, ഞാൻ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടാണ് എന്താണ് സാത്താൻ സേവ എന്നതിനെ സംബന്ധിച്ച്. അപ്പം അതിൽ താഴെ വന്നിരിക്കുന്ന 1-2 കമന്റുകളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതിൽ പറയുന്നൊരു കാര്യം, അത് ചെയ്യാൻ പോകുന്നത് അവരുടെ ഇഷ്ടമല്ല, അവരുടെ കാര്യമല്ല എന്ന് കരുതി, അതായത് ഇതിനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് അവരങ്ങ് കണക്ട് ചെയ്യുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ഈ കൂടുതൽ ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ശരിയല്ല എന്ന് ചിന്തിക്കുക. അങ്ങനെ ഇത്തരം ഒരു കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പിന്നെ സ്വാധീനിക്കാനുള്ള ഒരു കാര്യം ഉണ്ട്. പക്ഷെ നമ്മൾ സാമൂഹ്യ ജീവികളാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്തരം കക്ഷികൾ മറ്റുള്ളവരിലേക്ക് ഈ അന്ധവിശ്വാസം പകരാൻ ശ്രമിക്കും. ഇത് ശരിയാണെന്ന്. ഇപ്പൊ ആൾദൈവങ്ങൾ അടുത്ത് പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ അവിടെ സുഹൃത്തുക്കൾ ആൾദൈവങ്ങൾ അടുത്ത് പോകുന്നവരൊക്കെ ഉണ്ട്. നമ്മളത് പോകുന്നില്ല. പക്ഷെ അവർ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളോട്
അവർ ഇത് ഭയങ്കര സിദ്ധിയുള്ള ആളാണ്, ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇങ്ങനെ പോകാന്നൊക്കെ പലരും പറയും. ഒരു പക്ഷേ ഇവർ ഒരുപാട് പേരിക്കുമ്പോൾ അതിൽ വീണ് പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ വ്യാജ ആൾ ദൈവങ്ങൾ തട്ടിപ്പുകാരായ ഒരുപാട് ആളുണ്ടല്ലോ. ഇവരെ വലയിൽ ചെന്നപ്പെട്ട എത്രയോ ആളുണ്ട് കേരളത്തിൽ. കുറച്ച് വർഷം മുമ്പാണ് ഇടുക്കിയിലൂടെ ഒരു മന്ത്രവാദി അവസാനം കൊല്ലുകയൊക്കെ ചെയ്തൊരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നടക്കുന്ന ഇത്തരം ബലിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിവിചിത്രമായ ആചാര രീതികളും ഒക്കെയാണ്. ഇതിൽ തന്നെയുള്ള മറ്റൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ദൈവവിശ്വാസത്തിലുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ നാസ്തികരായിട്ടുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതും അതൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അല്ല, നമ്മള് പിന്നെ എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ഒരിക്കലും. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ഈ പിന്നെ എന്താണ് കമ്പ്യൂട്ടർ മുറിയും കൂട്ടി കമ്പ്യൂട്ടർ കാണുന്നതിന് വിലക്കണമെന്ന് പലരും പറയുന്നതിന്റെ കാര്യം അതാണ് ഒരു പക്ഷേ നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ എന്താണ് ചില പേരുകൾ പ്രായമുള്ള ഇത് വെച്ചുകൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് അമ്മാവൻ കളിക്കാന്ന് പറയും, 90 ഇതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ കുറച്ച് എന്താണ് ഈ ഇഷ്ടമില്ലാത്തവരെ വേറെ രീതിയിലേക്ക് അങ്ങ് ഒരു തരം ചാപ്പ കുത്തി അങ്ങ് മാറ്റുന്ന രീതി. പക്ഷേ ഇതിന്റെ ദോഷം വരുന്ന ഇവർക്ക് മാത്രം, ഒരു പൊതു സമൂഹത്തിനാണ് നമ്മൾ ഓർക്കണം എപ്പോഴും. നമ്മുടെ കേരളം പോലെയൊക്കെയുള്ള ഇവിടെ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, അതിനെ ഇല്ലാതാക്കിയവരാണ് ശ്രീനാരായണഗുരു, ചട്ടമ്പിസ്വാമിയും, അല്ലെങ്കിൽ അതുപോലെ എത്രയോ മഹാന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ചവരാണ്. അന്നത്തെ കാലത്ത് അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിയവരാണ് അവർ. അതെല്ലാം പൂർവ്വാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരുന്നു. മാത്രമല്ല ഇതിനൊരു എന്താണ് പറയുക, ഒരു ശാസ്ത്ര പിന്തുണ എന്ന് പറയുമ്പോൾ, ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഈ ഇപ്പൊ നെറ്റിലൊക്കെ വരുന്നതിന് അവർ പറഞ്ഞ സയന്റിഫിക് ബേസിസ് ഉണ്ടെന്ന രീതിയിലാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ ഈ കേരളത്തെ നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ അഭിമാനമാണ്. കേരളത്തിൽ ഒരു മലയാളിയായിരിക്കുക എന്ന് പറഞ്ഞാലേ ഈ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി നടക്കുമ്പോഴേ ഇത് ലോകത്തിന് മുന്നിൽ നമ്മൾ തലവനിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല, കേരളീയർ എപ്പോഴും നല്ല ഒരു വൃത്തിയും പിടിപ്പുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാം ചിന്തിക്കുന്നവരാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് അവകാശപ്പെടുന്നു. അത് തീർത്തും ശരിയല്ല എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെങ്കിലും അവരെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്തെങ്കിലും ശ്രദ്ധിക്കണം. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെ കൂട്ടുകാരാരാണ്, ഇവരുടെ ലോകം എന്താണ്, ഇവർ ഇത്തരം കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ശരിക്കും. അതല്ലെങ്കിൽ ഈ കേടൽ ചെയ്തതുപോലെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ അവരൊരു മാനസികാവസ്ഥ ആലോചിച്ച് ഇയാളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു അവസ്ഥ, ആ നേരത്തെ ഇയാൾ കൊല്ലാൻ വരുമ്പോഴേ നമ്മുടെ മകനോ മകളോ നമ്മളെ കൊല്ലുമോ നമ്മൾ സങ്കല്പിക്കുക എപ്പോഴെങ്കിലും. അപ്പോൾ അത് മാത്രമല്ല, ഒരു വിദ്യാർത്ഥി മാത്രമാണ്, അയാൾ ഒരു മുതിർന്ന ആളോ ക്രിമിനലോ ഒന്നുമല്ല. അപ്പോൾ അത് വല്ലാത്തൊരു നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത ഭീതി വളർത്തിയൊരു സംഭവം തന്നെയായിരുന്നു വന്നത്. ഇത്രയും അവരെ കൊല്ലുക, കത്തിച്ചളയുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ നിർത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം എന്തായാലും നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഈ സാമൂഹ്യ രംഗത്തുള്ളവരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഒരു കണ്ണ് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് കാരണം അല്ലതല്ലെങ്കിൽ നമുക്ക് നാളെ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു വളരെ മിടുക്കന്മാരായി വരേണ്ട ഒരു തലമുറയെ തന്നെ നമ്മൾ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും.